നിന്റെ രക്ഷിതാവ് ഒരിക്കലും കൈയൊഴിയുകയോ നിന്നെ വെറുക്കുകയോ ചെയ്യൂലട്ടോ. ഈ ലോകത്തെക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ്. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും നഷ്ടപ്പെടാത്തതുമായ ഒരു ലോകമാണ് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ അനുഭവം. എടാ നീ അനാഥനായിരുന്നൊരു മനുഷ്യനല്ലേ? നിന്നെ നാം സനാഥനാക്കിയില്ലേ? വഴിയറിയാതെ ജീവിച്ച മനുഷ്യനായിരുന്നില്ലേ? നിനക്ക് നാം വഴി കാണിച്ചു തന്നിരുന്നില്ലേ? ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നില്ലേ? നിനക്ക് നാം എന്തൊക്കെ തന്നിട്ടുണ്ട്. തിരുനബിയോടാ പറയണ. ആദ്യത്തെ അഡ്രസ് ചെയ്യുന്നത് തിരുനബിയോട്, പിന്നെ വായിക്കുന്ന ഓരോ ആളോടും. അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന വൃദ്ധനായ പിതാവോടെ ബാക്കിയായിരുന്നു. തിരുനബിയുടെ പിതാവായ അബ്ദുള്ള എന്ന യുവാവ് മരണപ്പെട്ടു പോയിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന പ്രായം ചെന്ന വല്ലിപ്പ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ആരാണ് ബാക്കി വെച്ചത്? എല്ലാ വാതിലുകൾ അടഞ്ഞപ്പോഴും ഒരു ജനാല തുറന്നു വെച്ചത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ അബ്ദുൽ മുത്തലിബായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന്മാരുണ്ടോ? ഖദീജയായി നമ്മുടെ ജീവിതത്തിൽ തണൽ തന്ന മനുഷ്യന്മാരുണ്ടോ? അബൂബക്കറായി നമ്മുടെ തോളിൽ പിടിച്ച മനുഷ്യരുണ്ടോ? ഇതില്ലാത്ത ആരാണുള്ളത്? ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പഠിച്ചോ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാലത്ത് അനാഥനായിരുന്നു, ഇന്ന് അനാഥനൊന്നുമില്ല. നിങ്ങൾ ഒരു കാലത്ത് ആളുകളോട് ചോദിക്കേണ്ട ഒരാളായിരുന്നു, ഇന്ന് നിങ്ങൾ ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഒരു കാലത്ത് ഡിപ്പെൻഡന്റ് ആയിരുന്നു, ഇന്ന് ഇൻഡിപെൻഡന്റ്. ഇന്ന് ആരെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലത്ത് അനാഥനായിരുന്നു, ഇന്ന് അനാഥനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് അനാഥനല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ അന്ന് അനാഥനായിരുന്നില്ലേ? അതുപോലത്തെ അനാഥകൾ ഇപ്പോഴും ആ വഴിയിലുണ്ട് കേട്ടോ. അവരെ നോക്കണം കേട്ടോ. നിങ്ങൾ ഒരു കാലത്ത് ആളുകളെ ആശ്രയിക്കേണ്ടി വന്ന ആളാ, ഇന്ന് നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നും ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന മനുഷ്യരും പിന്നിലെ വഴിയിലുണ്ട് കേട്ടോ. അവരെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളില്ലേ, അതിനെ കുറിച്ച് പറയണം കേട്ടോ. ആൾക്കാരോട് പറയണം. അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് പറയണം കേട്ടോ. കിട്ടാതെ പോയതിനെ കുറിച്ച് പറയണ്ട, കിട്ടിയതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ആളുകളോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ വചനങ്ങൾ അവസാനിപ്പിക്കുന്നത്.